CS സുജാത, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അധികം മാസങ്ങളായില്ല. നമ്മുടെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനലായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അന്നും ഉണ്ടായിരുന്ന വലിയ വീഴ്ച, അന്നും നമുക്കറിയാം വലിയ ഭരണവിരുദ്ധ വികാരം, പ്രതീക്ഷിച്ചതിനപ്പുറത്തുള്ള പരാജയമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. അന്നും ഇതുപോലെയുള്ള ചർച്ചകൾ നടത്തി നിങ്ങളുടെ നേതാക്കളെല്ലാം ഇരുന്ന് സെക്രട്ടേറിയറ്റ് കമ്മിറ്റികൾ ഒക്കെ നടത്തി നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കടക്കും എന്ന് പറഞ്ഞതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇതെല്ലാം പരിഹരിക്കുമെന്ന് പറഞ്ഞതാണ്. സമയമുണ്ടായിരുന്നല്ലോ, എന്നിട്ടും എന്ത് സംഭവിച്ചു? ഇല്ല, പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഞങ്ങൾ ഇപ്പോൾ കുറേയധികം പഞ്ചായത്തിൽ ഞങ്ങൾക്കറിയാം, ഒരു 150 പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ തോറ്റത് നാമമാത്രമായ വോട്ടിലാണ്. പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വരികയുണ്ടായി. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനിപ്പോൾ മാവേലിക്കര മണ്ഡലത്തിൽ ഞങ്ങൾ 17,736 വോട്ടിന് ജയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷന് ഇവിടെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു. പഞ്ചായത്തുകളിൽ 2-3 പഞ്ചായത്തുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ ശക്തമായി ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പഞ്ചായത്ത് ഇലക്ഷന് പുറകെ പോയ പ്രദേശങ്ങളിലെല്ലാം ഈ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ തിരിച്ചു വന്നു. ജനങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നു. അതുകൊണ്ട് ഈ പുറകെ പോയ സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് നന്നായി തിരിച്ചു വരാൻ കഴിയുമെന്ന ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിലൊരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അതുകൊണ്ട് തിരുത്തണമെന്ന് ജനങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾക്ക് ചിലയിടത്ത് വിശക് പറ്റുന്നുണ്ട്, അത് നിങ്ങൾ തിരുത്താൻ തയ്യാറാകണം. അത് ജനങ്ങൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെ വളരെ വിനയത്തോടെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ പ്രവർത്തിച്ച് നല്ല ഒന്നാന്തര നിലയിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് വരും. ഒരു പ്രയാസവും വേണ്ട ആർക്കും.